പ്രിയ കേരള ജനമേ, 10 വർഷം കൊണ്ട് തമിഴ്നാടും കേരളവും തമ്മിലുണ്ടായ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 10 വർഷത്തിന് മുമ്പേ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ ഇവിടെ നിന്ന് ആൾക്കാർ വന്ന് അവിടെ ജോലി ചെയ്തിരുന്നു. ഇന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ജോലിക്കായിട്ട് ആൾക്കാർ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ നമുക്കവിടെ ഇപ്പോൾ ജോലിയില്ല. 10 വർഷത്തിന് മുമ്പ് ഡ്രൈവറെ കിട്ടാനില്ല, ഡ്രൈവർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു കേരളത്തിൽ. എൻ്റെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഡ്രൈവർമാർക്ക് ജോലിയില്ലാതെ തുച്ഛമായ ശമ്പളത്തിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇവിടെ നേരെ തിരിച്ച് ഡെയിലി 1500 രൂപ ഒരു കമ്പനി ഒരു ഡ്രൈവർക്ക് കൊടുത്തിട്ട് അവർക്കത് പോരാ എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് ഇവിടുത്തെ കമ്പനികൾ കംപ്ലീറ്റും കേരളത്തിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇവിടെ ഒരുപാട് സുവർണ അവസരങ്ങളുണ്ട്. ഇതൊക്കെ ആരുടെ കുഴപ്പം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണ്, കല്ലുകുറിച്ചി എന്ന് പറയും. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന് 200 കിലോമീറ്റർ ഓടി ഇവിടെ വന്നിട്ടാണ്. ഇവിടെ ഒരു മിൽമയുടെ ഒരു പ്ലാന്റ് ഉണ്ട്, ഇത് കണ്ടോ. ഇവിടെ രാത്രിയെ ഇവിടുന്ന് പാല് കയറത്തുള്ളൂ. ഇതൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൽ നിന്ന് പാലും കയറ്റി വീണ്ടും തിരിച്ച് ഞാൻ 200 കിലോമീറ്റർ ഓടണം. പക്ഷേ ആ 200 കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയൊരു വിഷയമല്ല. ഇവിടുത്തെ സൂപ്പർ ഹൈവേ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. 200 കിലോമീറ്റർ 3 മണിക്കൂർ മതി 200 കിലോമീറ്റർ ഓടാൻ. അപ്പോൾ നമ്മുടെ നാടിനെ നശിപ്പിച്ചതാരാണ്? നമ്മുടെ രാഷ്ട്രീയക്കാരാണ്. അവർക്കും അവരുടെ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ തോളത്ത് കയറ്റ് നടക്കുന്നവർക്കും മാത്രമേ ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇനിയും വരുന്ന കാലങ്ങളിൽ അവിടെ നമുക്ക് ഒരു രീതിയിലും നമുക്ക് താമസിക്കാൻ മേലാത്തൊരവസ്ഥയിലോട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇനിയെങ്കിലും നമ്മൾ ഒന്നിച്ച് നിന്ന് നമ്മുടെ നാട്ടിലെ ഈ കൊള്ളക്കാരെ അവിടെ നിന്ന് അടിച്ചോടിക്കണം. ഇവന്മാരുടെ കയ്യിൽ നിന്ന് നമ്മൾ തിരികെ നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ മഹാത്മാ നമുക്ക് മേടിച്ച് തന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മൾ തിരിച്ച് ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. ഇവന്മാരോട് നമ്മൾ ചോദ്യം ചെയ്യണം. ഇവന്മാരെ റോഡിൽ കൂടെ 10-20 കാറിൻ്റെ അകമ്പടിയോടുകൂടി ഓടാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ മുതലാണ് ഇവന്മാർ കൊള്ളയടിക്കുന്നത്, ദൂർത്തടിക്കുന്നത്. എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു മന്ത്രിക്ക് ഇതിനു മാത്രം എസ്കോട്ട്? എന്തിനാണ് ഇവന്മാർ നമ്മളെ തെറി വിളിച്ചുകൊണ്ട് ഈ റോഡിൽ കൂടെ നമ്മളെല്ലാം പരക്കം പായിച്ച് ഓടിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ ഇടയിൽ കൂടെ ഈ രാജാവിനെ പോലെ പോകുന്നത്? നമ്മുടെ കാശിനല്ലേ ഇവന്മാർ സുഖിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നോക്കി നമുക്കോരോരുത്തർക്കും വോട്ട് ചെയ്ത് നമ്മുടെ നാടിനെ നമുക്ക് കരകയറ്റണം. അല്ലെങ്കിൽ നമ്മുടെ കേരളം ഒരു ഭ്രാന്താലയമെന്നല്ല, മയക്കുമരുന്നിൻ്റെയും കരിഞ്ചന്തയുടെയും അരാജകത്തിൻ്റെയും ഒരു നാടായി മാറും. മൊബൈൽ ടവറുകൾ നിൽക്കുന്നത് കണ്ടോ, അടുപ്പിച്ചടുപ്പിച്ച്. കേരളത്തിൽ ഞാൻ മൊബൈൽ ടവറിൻ്റെ വർക്കിന് പോയിട്ടുള്ളവനാണ്. ഇത് വെക്കാൻ അവിടുത്തെ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരെയും കൊണ്ട് വഴക്കിന് വരും. ഇത് റേഡിയേഷൻ കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നു. ഈ ക്യാൻസർ ഉണ്ടാകുന്ന സാധനം ഇവൻ്റെ പോക്കറ്റിനകത്ത് ഇവന് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇതില്ലാതെ ഇവന് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംവിധാനവും ഒരു ടെക്നോളജിയും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ഇവന്മാർ സമ്മതിക്കത്തില്ല. അഥവാ സമ്മതിച്ചാൽ തന്നെ ഇവന്മാർ ഭീമമായ രീതിയിൽ ഇത് കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് കൊള്ളയടിച്ച് കാശ് മേടിക്കും. അങ്ങനെ അവിടെ ഒരു ബിസിനസ്സും ചെയ്യാൻ മേലാതെ നമ്മുടെ അന്യ സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലോട്ടൊക്കെ തൊഴിലുമായിട്ട് ആൾക്കാരെ കുടിയേറുകയാണ്. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് ഭാരകൻ്റെയൊക്കെ കമ്പനി കണ്ടു. ഭാരകൻ്റെയൊക്കെ വലിയ കമ്പനി കണ്ടു. അതൊക്കെ കേരളത്തിലാണെങ്കിൽ എത്രായിരം പേർക്ക് ജോലി കിട്ടേണ്ടതാണ്. നിങ്ങൾ ചിന്തിക്കുക, ആരെ